ഹലോ ഗായ്സ്, SKS മലയാളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗായ്സ്, ഇന്ന് ഞാൻ വന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു കാറിൻ്റെ ഫ്രണ്ട് ബമ്പറും അതേപോലെ തന്നെ 2 റണ്ണിങ് ബോർഡും പെയിൻറ്റ് ചെയ്യുന്നത് കാണിക്കാനാണ് കേട്ടോ. അപ്പം ആ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു ചേട്ടൻ ഈ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ ആസ്പ പെയിൻ്റ് അടിച്ചു, ആ പെയിൻ്റ് അടിച്ച ശേഷം അത് ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേന് അത് ഫുള്ള് വെടിച്ച് കീറിയപ്പോഴും വീണ്ടും ഒന്നും കൂടെ തേച്ചിട്ട് ഒന്നും കൂടെ അത് പെയിൻറ്റ് ചെയ്തു, വീണ്ടും അതേപോലെ തന്നെയാണ് വെടിച്ച് കീറുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാണ് കമൻറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു ചേട്ടനോട് എനിക്ക് പറയണമെന്ന് പറഞ്ഞാൽ, ആ ഒരു ഇപ്പം നമ്മൾ ആസ്പ പെയിൻ്റ് അടിച്ച ശേഷം ഇങ്ങനെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേന് അത് ഉണങ്ങാനായിട്ട് സമയം കൊടുക്കുക കേട്ടോ. നല്ല വൃത്തിയായിട്ട് ഉണങ്ങാനുള്ള സമയം കൊടുക്കുക. ഒരാഴ്ച 2 ആഴ്ചയുടെ സമയം കൊടുക്കുക. പെട്ടെന്ന് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ വീണ്ടും അത് അങ്ങനെ വരത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഫുള്ള് ഇത് ചിരണ്ടിറും ഫുള്ള് കളയുക. അതായത് ആ പെയിൻറ്റ് ഫുള്ള് കളഞ്ഞ ശേഷം ഒന്നേന്ന് നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. അതൊക്കെ ഇച്ചിരി റിസ്ക്കാണ്. അപ്പോൾ ഒന്നീ അങ്ങനെ ചെയ്തെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് ഉണങ്ങാനായിട്ട് സമയം കൊടുക്കുക. ഒരാഴ്ച സമയം കൊടുക്കുക. ഒരാഴ്ചയോളം നല്ലതായിട്ട് ഉണങ്ങി കഴിഞ്ഞ ശേഷം, ഒരാഴ്ച കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല കേട്ടോ. നല്ലതായിട്ട് ഉണങ്ങിയ ശേഷം നല്ല വൃത്തിയായിട്ട് തേച്ചിട്ട് ഒന്നും കൂടെ പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തപ്പോഴും ചെയ്യുന്ന സമയത്തും അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ചെയ്യുന്നതാണ്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ലതായിട്ട് ഉണങ്ങാനായിട്ട് സമയം കൊടുക്കുക. ഉണങ്ങി കഴിഞ്ഞ ശേഷമാണ് ഞാനിത് രണ്ടാമത് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും അന്നേരം തന്നെ ചെയ്താൽ വീണ്ടും അങ്ങനെ വരത്തേ ഉള്ളൂ. വലിയതായിട്ട് ഇങ്ങനെ വെടിച്ച് കീറി വരുന്ന പോലെ അങ്ങ് ഫുള്ള് വെടിച്ച് കീറി വരത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. നല്ലതായിട്ട് ഉണങ്ങാനായിട്ട് സമയം കൊടുക്കുക. ഒരാഴ്ച 2 ആഴ്ച സമയം കൊടുക്കുക. സമയം കൊടുത്ത ശേഷം നല്ല വൃത്തിയായിട്ട് തേച്ചിട്ട് വീണ്ടും പിന്നെ ഒന്നും കൂടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്കൊരു ഒരു കൊച്ചു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ഗായ്സ്, ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് ബമ്പർ അതേപോലെ തന്നെ 2 സൈഡിലെ റണ്ണിങ് ബോർഡ്, ഈ ഒരു 3 പീസാണ് നമുക്ക് പെയിൻറ്റ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കണ്ടില്ലേ, ഈ ചെറിയൊരു സ്ക്രാച്ചാണ് ഇതിനകത്ത് ഉള്ളത്. ഇപ്പോൾ മുകളിലോട്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ റണ്ണിങ് ബോർഡിൽ തന്നെ ചെറിയ 2 ചളക്കങ്ങളുണ്ടായിരുന്നു കേട്ടോ. അത് അവർ കൊണ്ടുവന്നിട്ട് നൂത്ത് റെഡിയാക്കിക്കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ റണ്ണിങ് ബോർഡും അടിക്കണം, അതേപോലെ തന്നെ ഫ്രണ്ട് ബമ്പറും അടിക്കണം. അതാണ് നമ്മുടെ വർക്ക്. അതേപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ പുട്ടിയവർക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ പുട്ടിവർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പുട്ടിവർ കഴിഞ്ഞ വണ്ടിയിൽ ഇത് വണ്ടി കച്ചവടത്തിനുള്ള വണ്ടിയാണ് കേട്ടോ. ഇതിനകത്ത് നമ്മൾ പുട്ടിവർക്ക് കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനകത്ത് PS ഗ്രേ അടിക്കുകയാണ് ചെയ്യുന്നത്. PS ഗ്രേ എന്ന് പറഞ്ഞാൽ ശകലം PS ബ്ലാക്കും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതിനകത്ത് അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പുട്ടി വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ആദ്യം ഇട്ടെന്ന് പറഞ്ഞാൽ ബോഡി ഫില്ലറാണ്. ബോഡി ഫില്ലർ ഇട്ട ശേഷം അത് നല്ല വൃത്തിയായിട്ട് തേച്ച് റെഡിയാക്കിയ ശേഷം പിന്നെ നമ്മൾ NC പുട്ടിയാണ് നമ്മൾ അടുത്ത് ഇട്ട കേട്ടോ. ഇത് രണ്ടും കൂടി ഇട്ട് തേച്ച് വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിനകത്ത് PS ഗ്രേ നമ്മൾ ടച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ പുട്ടി വർക്ക് വരുന്ന ഭാഗത്ത് നല്ല വൃത്തിയായിട്ട് PS ഗ്രേ ടച്ച് ചെയ്യാൻ പോവുകയാണ്. PS ഗ്രേയും PS ബ്ലാക്കും കൂടെ ചേർത്ത് അന്നേരം ഈ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേന് പെട്ടെന്ന് ഒരു കവറിങ് വരാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പം അല്ലാതെ അണ്ടർകോട്ടോ കാര്യങ്ങളൊന്നും നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നില്ല. ഈ ഒരു PS ഗ്രേ കൊടുത്തിട്ട് നമ്മൾ നേരിട്ട് പുറത്തോട്ട് നമ്മൾ നൈസ് ഇത് ചെയ്ത ശേഷം നമ്മൾ പെയിൻറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് PS ഗ്രേ ടച്ച് ചെയ്യുന്നത് കാണാം. ഈ ഒരു റണ്ണിങ് ബോർഡിലാണെന്നുണ്ടെങ്കിൽ ഈ കമ്പനി നമ്മൾ കമ്പനി പീസ് വരുമ്പോഴത്തേനും ഒരു ചെറിയൊരു ഗ്രിപ്പുണ്ട്, ഒരു ബമ്പർ നമുക്ക് ആ റണ്ണിങ് ബോർഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ആ ഒരു ഗ്രിപ്പ് ഇപ്പം ഞാൻ എടുക്കുന്ന പറഞ്ഞാൽ PS ഗ്രേ നമ്മൾ ടച്ച് ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. PS ഗ്രേ നമ്മൾ ആദ്യം മുകൾ ഭാഗം എല്ലാം പുട്ടി കവർ ചെയ്ത ശേഷം അടിയിലോട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേന് PS ഗ്രേ ഒരു ശകലം കട്ടിക്ക് മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനകത്ത് റണ്ണിങ് ബോർഡിൽ നമ്മൾ സ്പ്രേ ചെയ്തെടുക്കും.
അപ്പം ശകലം എയർ കുറച്ച് സ്പ്രേ ചെയ്താൽ മതി കേട്ടോ. എയർ കുറച്ചിട്ട് സ്പ്രേ ചെയ്യപ്പോഴത്തേന് നമുക്ക് ആ ഒരു ഗ്രിപ്പ് നമുക്ക് ചെറുതായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് അതേപോലെ തന്നെ എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ എടുത്തിട്ടാണ് നമ്മളിതിൻ്റെ പുറത്തോട്ട് നമ്മൾ അടുത്ത ഇനി പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ പി എസ് ഗ്രേ ഒക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. പി എസ് ഗ്രേ അടിച്ച ശേഷം അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം പെയിൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഫ്രണ്ട് ബമ്പറും അതേപോലെ തന്നെ 2 റണ്ണിങ് ബോർഡും പെയിൻറ്റ് ചെയ്യുന്നതിന് 100 പെയിൻറ്റാണ് നമ്മൾ മിക്സ് ചെയ്ത് മേടിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പെയിൻ്റ് എന്ന് പറഞ്ഞാൽ മെറ്റാലിക് പെയിൻ്റാണ്. അപ്പം പെയിൻ്റ് അടിച്ച ശേഷം നമ്മൾ ക്ലിയറും കൂടെ അടിക്കണം. അപ്പോൾ നമ്മൾ പെയിൻറ്റ് 100 പെയിൻ്റാണ് മിക്സ് ചെയ്ത് മേടിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മളത് മിക്സ് ചെയ്ത് നമുക്കെന്തായാലും വണ്ടിയിൽ അടിക്കാം. പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന പറയുന്നത് ക്ലിയർ അടിക്കാൻ പോവാണ്. അപ്പം ക്ലിയറും അതിൻ്റെ ഹാർണർ അതേപോലെ ടിന്നർ ഇത് 3 കൂടി പിന്നെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് അടിക്കാൻ പോകുന്നത് കേട്ടോ. അടുത്ത് നമുക്ക് എന്തായാലും ക്ലിയർ അടിക്കാം. അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ അടിച്ച ക്ലിയർ എന്ന് പറഞ്ഞാൽ എക്സ്പ്രസിൻ്റെ ക്ലിയർ ആണ്. എക്സ്പ്രസിൻ്റെ ക്ലിയർ, ഹാർണർ, SP53 ടിന്നർ ഇത് 3ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നത് കേട്ടോ.
അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഫേഡ് ഔട്ട് ടിന്നറും കൂടെ നമ്മൾ ഇതിനകത്ത് പിന്നെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പം 2 റണ്ണിംഗ് ബോർഡിലാണ് നമ്മൾ ഫേഡ് ഔട്ട് ടിന്നർ നമ്മൾ പിന്നെ അടിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് ബമ്പർ നേരത്തെ ഞാൻ പറഞ്ഞ ഫ്രണ്ട് ബമ്പർ, അതേപോലെ തന്നെ ബാക്ക്, പിന്നെ 2 സൈഡിലെ റണ്ണിംഗ് ബോർഡ്, ഇത് 3 പീസുമാണ് നമ്മൾ അടിച്ചത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ബമ്പർ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ക്രാച്ചുകൾ ഉള്ളായിരുന്നു, പിന്നെ അടിക്കാനുള്ളായിരുന്നു. അപ്പോൾ ആ സ്ക്രാച്ച് മാത്രം ടച്ച് ചെയ്ത് ചെറുതായിട്ടൊന്ന് പുകച്ചിട്ട് എല്ലായിടവും ചെറുതായിട്ടൊന്ന് പുകച്ചെടുത്ത ശേഷം നമ്മൾ അതിനകത്ത് ക്ലിയർ അടിക്കുകയാണ് ചെയ്തത്. അപ്പം ഒരു 2-3 കോട്ട് ക്ലിയറോളം നമ്മൾ ഇതിനകത്ത് അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ അടിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് അപ്പം അടുത്ത പീസ് അടിച്ച് അങ്ങനെ 2-3 പിന്നെ പ്രാവശ്യമാണ് നമ്മൾ ഇതിനകത്ത് 2-3 കോട്ടായിട്ടാണ് നമ്മൾ ഇതിനകത്ത് ക്ലിയർ അടിച്ചെടുത്തത് കേട്ടോ. പിന്നെ റണ്ണിംഗ് ബോർഡും അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ 3 പീസും നമ്മൾ പിന്നെ പെയിൻറ്റും ചെയ്തു, അതേപോലെ തന്നെ ക്ലിയർ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ഇതിന് നടുക്ക് വരുന്ന ആ ബമ്പറിൽ വരുന്ന പിന്നെ പ്ലാസ്റ്റിക് പീസൊക്കെ എന്ന് പറഞ്ഞാൽ അത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് കവർ ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഫേഡ് ഔട്ട് ടിന്നർ നമ്മൾ അടിക്കുന്നതിനകത്ത്. അപ്പം ഫേഡ് ഔട്ട് ടിന്നർ നമ്മൾ അടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ 2 പെയിൻറ്റ്, അതായത് നമ്മൾ പഴയ ബോഡിയിൽ കിടക്കുന്ന പെയിൻറ്റും അതേപോലെ തന്നെ രണ്ടാമത് നമ്മൾ അടിക്കപ്പെടുത്തതിന് ആ ഒരു പെയിൻറ്റും തമ്മിലുള്ള ആ ഒരു ജോയിൻറ്റ് ഭാഗം വരും. ആ ഒരു ജോയിൻറ്റ് ഭാഗത്താണ് നമ്മൾ ഈ ഫേഡ് ഔട്ട് ടിന്നർ നമ്മൾ അടിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ പിന്നെ എന്താണ് പിന്നെ അറിയാതിരിക്കുന്നതിനാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പം പഴയ പെയിൻറ്റും അതേപോലെ തന്നെ പുതിയ പെയിൻറ്റും തമ്മിൽ അടിച്ച ആ ഒരു ജോയിൻറ്റ് പിന്നെ അറിയാതിരിക്കുന്നതിനാണ് ഈ ഫേഡ് ഔട്ട് ടിന്നർ നമ്മളിവിടെ ഇതിനകത്ത് പിന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റാലിക് പെയിൻ്റാണ് നമ്മൾ അടിച്ചത്. അതേപോലെ തന്നെ എക്സ്പ്രസിൻ്റെ ക്ലിയറും അതിൻ്റെ പിന്നെ ഹാർണർ, അതേപോലെ തന്നെ പിന്നെ SP-58 ടിന്നറാണ് നമ്മൾ ഈ വണ്ടിയിൽ ഉപയോഗിച്ചത് കേട്ടോ. ഈ ബമ്പറിനകത്ത് വരുന്നതുകൊണ്ട് ഈ ബ്ലാക്ക് വരുന്ന പീസൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് അടിച്ചിട്ടില്ല. അത് നമ്മൾ ഒരു ശകലം പോളിഷ് ചെയ്തിട്ട് നമ്മളതങ്ങ് കൊടുത്ത് വിട്ടേനെ കേട്ടോ. അതിനകത്ത് നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ടില്ല. അങ്ങനെ ഈ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ പെയിൻറ്റിങ്ങിനെ പറ്റിയുള്ള വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.